ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പം നേരം വെളുത്ത പാടിന് എനിക്ക് ഛർദി തുടങ്ങിയേ. ഇപ്പം 2 മാസമായി. അപ്പം തന്നെ എനിക്ക് വാമിറ്റിങ്, നിർത്താത്ത വാമിറ്റിംഗ് ആണ്. ഒന്ന് കുനിയാനോ ഒന്ന് വരാനോ ഒന്നിനും പറ്റില്ല. ഒരു വെള്ളം കുടിക്കാൻ പറ്റില്ല, ചായ കുടിക്കാൻ പറ്റില്ല, ഒന്നും പറ്റുന്നില്ല. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ ഒക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. രാവിലെ തന്നെ തുണി അലക്കി ആറിട്ടു. പിന്നെ അത് മുറ്റമൊക്കെ തൂത്തുവാരാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് കുറച്ച് പുട്ടുണ്ടാക്കി. പിന്നെ ഗ്രീൻ പീസ് നമ്മൾ ആ തട്ടുകടയിൽ കിട്ടുന്ന സ്റ്റൈലിൽ ഉണ്ടാക്കി. പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ഇക്കാനായിട്ട് എടുത്തു കേട്ടോ. കാരണം ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചിക്കൻ, ബീഫ്, മീൻ, മുട്ട അതിനൊന്നും മണം ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇക്കൊന്ന് ഞാൻ തന്നെ കുക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആൾ നല്ല ക്രേസായിട്ട് കുക്ക് ചെയ്യണം. അപ്പം എന്നോട് ചോദിക്കുകയാണ് ഇത്ര മസാല ഇടണം. ഞാൻ അത്ര വേണ്ട, നല്ല സ്ട്രോങ് മസാലയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറും ബീഫ് കറിയും ഉണ്ടാകും. അപ്പോൾ ഇത്ര കുക്ക് ചെയ്യുന്ന കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഓരോ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുക്ക് ചെയ്യണം. അധികം നേരം ഞാൻ അടുക്കളയിൽ നിൽക്കുന്നില്ല, കാരണം എനിക്ക് ഛർദ്ദിക്കാൻ വരും. അതുകൊണ്ട് ഞാൻ വേഗം പോട്ടെ കേട്ടോ. പിന്നെ ഇന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ നമുക്കൊന്ന് പുറത്തോട്ട് പോയാലെന്ന്. അപ്പം ഞങ്ങൾ പോകുന്നത് മൈസൂരിലേക്കാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള 2 കുട്ടികളെയും കൂടി കൂട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വണ്ടിയിൽ എപ്പോഴും ആൾ ഫുള്ളായിരിക്കണം. അങ്ങനെ ഞങ്ങളിത് ബത്തേരി എത്തി സമൂസയൊക്കെ വാങ്ങിച്ച് കഴിച്ച് അതിൻ്റെ ഇടയിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ടൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഇതേ കുട്ടികൾ ഇതുവരെ കാടും ആനേനൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞാൽ എല്ലാവർക്കും കൂടി ഒന്ന് കാടും ആനേനൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ മൈസൂരിലേക്ക് ഒരു ട്രിപ്പ്. അതിനിടയിൽ പാട്ട് പാടുന്നുണ്ട്, കൈകൊട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു എൻജോയ്മെൻ്റ് ആയിട്ടുള്ള പോക്കാണ് കേട്ടോ. അപ്പോൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു യാത്രയൊക്കെ പോകുന്നത് ഭയങ്കര നല്ല സന്തോഷമുള്ള കാര്യമാണ്. ഇക്കാണ് എന്നെ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട് കേട്ടോ. എല്ലായിടത്തും കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അതിനിടയിൽ ദസറ ഫെസ്റ്റിവലിനൊക്കെ പോകാൻ പറ്റി. അതൊക്കെ ഇക്ക പറഞ്ഞതും സാറിന് നമുക്ക് പോകാം കേട്ടോ, കൊണ്ടുകയറി. അങ്ങനെ നമ്മൾ പേടിച്ചൊന്നും ഇരിക്കേണ്ട, എല്ലായിടത്തും കൂട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ അങ്ങനെ കുട്ടികൾക്ക് ആനയും കാടും മയിലിനെയും മാനിനെയൊക്കെ കാണിച്ച് ഞങ്ങളിങ്ങനെ യാത്ര പോയിട്ടോ. നല്ല രസമായിരുന്നു. ജസ്റ്റ് ഞങ്ങളൊരു ഈവനിങ് 3 മണിക്കൊക്കെയാണ് ഇറങ്ങിയത്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത്. പിന്നെ അധികം വെയിലും ചൂടൊന്നുമില്ല. ആ കാണുന്നതൊക്കെ ആനയാണ് കേട്ടോ. അപ്പോൾ ഇവരെ ഇങ്ങനെ ഞങ്ങൾ കളിയാക്കായിരുന്നു, ആനേൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇടുന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളിത് ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഇവിടെ മലയാളീസിൻ്റെ ഹോട്ടൽസ് അധികമില്ല, എന്നാലും മലയാളി പയ്യന്മാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ചായ കുടിച്ചു. പിന്നെ കുറച്ചധികം പച്ചക്കറികൾ വാങ്ങിച്ചു കേട്ടോ. ക്യാരറ്റ്, ബീട്രൂട്ട്. പിന്നെ ഇതേ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി 2-3 വീഡിയോസ്. പിന്നെ ഇവിടെ മല്ലികയും സൂര്യകാന്തി പൂവൊക്കെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ സൂര്യകാന്തി തോട്ടത്തിലോട്ടേക്ക് ഇറങ്ങി കേട്ടോ. പഴയ പോലെ തന്നെ ഒരു 20 രൂപയാണ് ഇപ്പോഴും ചാർജ് ചെയ്യുന്നത്. നമ്മൾക്ക് അതിനകത്ത് കയറി ഫോട്ടോ എടുക്കുക. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 4 വർഷമായി ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ സൂര്യകാന്തി പാലത്തിലോട്ടേക്ക് പോകുന്നു കേട്ടോ. ഒരു രസമാണ്, മനസ്സിന് നല്ല റിലാക്സേഷനാണ്. അപ്പോഴേ മാങ്ങ കണ്ടത്. പിന്നെ മാങ്ങ ഉണ്ടെങ്കിൽ കൊതി തീരുവല്ലോ. അപ്പം തന്നെ മാങ്ങ വണ്ടി നിർത്തി വാങ്ങിച്ചു. ഞാൻ 30-40 നമ്മളുടെ ഗുണ്ടൽപേട്ട കൃഷി ചെയ്യുന്ന ആളാണത്. ഇവിടെ ഇവിടെ മിഠ മിഠ മതിയടാ. താങ്ക് യു അണ്ണേ, താങ്ക് യു. വാങ്ങിക്കോ, വാങ്ങിക്കോളി. എല്ലാവരും കൊടുക്കും. എല്ലാവരും ഈ 2 പീസ്. ഈ സമയത്ത് ആയതുകൊണ്ടെന്നറിയില്ല, മാങ്ങയ്ക്ക് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഉപ്പും മുളകൊക്കെ കൂട്ടി കറുമുറാന്ന് കഴിച്ചു. കുട്ടിയൊക്കെ 2 കഷ്ണം കൊടുത്തിട്ട് പിന്നെയും ഞാനത് തട്ടിപ്പറിച്ച് വണ്ടിയൊക്കെ ഞാൻ തന്നെ തിന്നു. എന്താണെന്നറിയില്ല, ഒത്തിരി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ടേസ്റ്റ്. പിന്നെ എനിക്ക് തോന്നി ഇച്ചിരി കൂടി വാങ്ങിക്കായിരുന്നു എന്ന്. അപ്പം ഇന്ന് നല്ല സന്തോഷത്തോടു കൂടി ഒരു ചെറിയ യാത്രയൊക്കെ പോയി വന്നു. ഇക്കെന്നെ കളിയാക്കുകയാണ്, മാങ്ങ തിന്നുന്ന തീറ്റ കണ്ടില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി ദുആർക്കാം. നല്ലൊരു കുഞ്ഞു മാവേനെ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാം കേട്ടോ. അപ്പം ബൈ, ടേക്ക് കെയർ ഓൾ ഓഫ് യു.